ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലെ തള്ളവിരലിൻ്റെ നഖത്തിൽ ചന്ദ്രക്കലയുള്ള വ്യക്തികളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അങ്ങനെ ചന്ദ്രക്കലയുള്ള വ്യക്തികൾ ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹമുള്ള വ്യക്തികളായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ നഖങ്ങളിലാണ് ഈ ചന്ദ്രക്കല തെളിഞ്ഞു കാണുന്നത്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ കൈകളിൽ അത്യപൂർവമായി കാണുന്ന ഒരു കലയാണ് ഈ ചന്ദ്രക്കല എന്ന് പറയുന്നത്. അത് എല്ലാവരുടെ കയ്യിലും മറ്റും കാണത്തില്ല. നമ്മൾ 100 പേരുടെ വിരലെടുത്ത് കഴിഞ്ഞാൽ ഒരു 50 പേർക്ക് പോലും നമ്മൾ അത്രയും ചന്ദ്രക്കല കാണത്തില്ല. അത് ചന്ദ്രക്കല ഉള്ള വ്യക്തികളെന്ന് പറഞ്ഞാൽ ഒരുപാട് സൗഭാഗ്യമുള്ളവരും ഒരുപാടാണെന്നുണ്ടെങ്കിൽ ദൈവാനുഗ്രഹമുള്ളവരും അവരെ ഒരുപാട് ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള വ്യക്തികളുമായിരിക്കും. ഒരുപാട് ദൈവീക ഗുണങ്ങളുള്ള വ്യക്തികളിൽ മാത്രമേ ഇങ്ങനെ ഈ ചന്ദ്രക്കല കണ്ടുവരാറുള്ളൂ. അവർ ഏത് മേഖലയിലാണെന്ന് പറഞ്ഞാൽ അവർ വിജയിച്ചു പോകും. അവരെന്തിലിറങ്ങി തിരിച്ചാലും വിജയം കൈവരിക്കും. അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും. ഇങ്ങനെയുള്ള ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മറ്റും കാണത്തില്ല. എല്ലാവരുടെ കൈകളിലെ വിരലിലും കാണത്തില്ല. ഈ നമ്മുടെ വിരലെന്ന് വെച്ചാൽ എല്ലാ വിരലിലും അല്ല, നമ്മുടെ ഏറ്റവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലെ ഈ തള്ളവിരലിലെ നഖത്തിലാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ ഭയങ്കര ഭാഗ്യവാന്മാരായിരിക്കും. അവർ അത്യുന്നതിൽ എത്തുന്ന വ്യക്തികളും ആയിരിക്കും. അവർക്ക് പലവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകും. നമ്മുടെ ഭാഗ്യ സമയത്ത് ഇത് നല്ലതായിട്ട് തെളിഞ്ഞ് തന്നെ കാണപ്പെടും. നമുക്ക് ഭാഗ്യം കുറയുന്ന സമയത്ത് ഇത് മങ്ങി കാണപ്പെടും. ചില സമയങ്ങളിൽ നോക്കി നിങ്ങളുടെ കയ്യിലെ വിരലിലൊന്ന് നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെയൊക്കെ ഇതുണ്ടോ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. മിക്കവരെയും കാണും, ചിലർക്കൊന്നും അതില്ല. ഉള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഉള്ളവരൊന്നും നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമ്മുടെ നല്ല സമയത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഇത് തെളിഞ്ഞ് കാണപ്പെടും. അല്ലാത്ത സമയത്ത് ഇത് മങ്ങിയാണ് കാണപ്പെടുന്നത്. നമ്മുടെ സ്ത്രീകളിലെ കയ്യിലെ നഖങ്ങളിൽ ഇങ്ങനെ ചന്ദ്രക്കല കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കര സൗഭാഗ്യവതികളും പിന്നെ നല്ല വിവാഹബന്ധം അവർക്കുണ്ടാകും. നല്ല ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റും. നല്ല ഒരു ജീവിതം അവർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. നല്ല സന്തോഷകരമായിട്ടൊരു ജീവിതത്തിൽ കൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. എല്ലാം കൊണ്ടും അവർ ഭയങ്കര സൗഭാഗ്യവതികളായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ചന്ദ്രക്കല കയ്യിലുള്ള നഖങ്ങളിലുള്ള വ്യക്തികളിൽ നാനാ വഴിക്കൊന്നും അവർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നത്. അവരുടെ മക്കളിൽ നിന്നൊക്കെ മക്കളുടെ ഉയർച്ചയൊക്കെ കണ്ട് അവർക്ക് സന്തോഷിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇതിൽ നിന്നും അവർക്ക് സന്തോഷകരമായിട്ടൊരു ജീവിതം അവർക്ക് കൈവരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചന്ദ്രൻ എന്ന് പറയുന്നത് ചന്ദ്രഭഗവാനും സൂര്യഭഗവാനും ഒക്കെ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉദിച്ച അങ്ങനെ ആ ഒരു രീതി. ചന്ദ്രഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രദശാകാലത്ത് തന്നെ നമുക്ക് കാണാം. പിന്നെ എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല. അത് ഉയർച്ചയും താഴ്ചയുമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അത് വരുന്നത് ആ ചന്ദ്രദശാ സമയത്ത്. എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് ചന്ദ്രൻ എന്ന് പറയുന്നത് മങ്ങിയും തെളിഞ്ഞുമായിട്ട് ഇങ്ങനെ നിൽക്കും. എപ്പോഴും പൂർണ്ണമായിട്ട് ഒരേ രീതിക്ക് ആയിരിക്കത്തില്ല അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അത് ചില സമയത്ത് മങ്ങി നിൽക്കും, ചില സമയത്ത് പിന്നെ തെളിഞ്ഞു നിൽക്കും. അങ്ങനെ ഒരു കാലമാണ് ചന്ദ്രൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഈ ചന്ദ്രക്കലയുള്ള വ്യക്തികൾ ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസികളായിരിക്കും അവർ കേട്ടോ. അവർ കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുക്കുന്നതായിട്ട് കാണാം. അവർ ഭയങ്കര ഭക്തിയിലോട്ട് പോകുന്നതായിട്ട് കാണാം. അവരെ ദൈവം പിന്നെ എത്ര താഴ്ചയായിട്ടുള്ള സമയങ്ങളിൽ വരുന്ന സമയത്തും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതായിട്ട് കാണാം. അവർക്ക് എപ്പോഴും ദൈവം കൂട്ടത്തിൽ തുണയായിട്ട് കാണും. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ദൈവം അവരുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ വ്യക്തികൾ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.